ആശ്രമത്തിൽ പുതിയതായി എത്തിയ ശിഷ്യൻ ഗുരുവിൻ്റെ അരികിൽ പരാതിയുമായി എത്തുകയാണ്. പരാതി മറ്റൊന്നുമല്ല, തങ്ങളുടെ പ്രാർത്ഥന പുസ്തകങ്ങൾക്ക് ഭാരം കൂടുതലാണ്. അത് കയ്യിൽ വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ അവന് സാധിക്കുന്നില്ല. ഗുരു അവനോട് ഒന്നും പറഞ്ഞില്ല. അവനെ പതിയെ ശാന്തനാക്കി മടക്കി അയച്ചു. പിന്നീട് ഒരു ദിവസം ഇതേ ശിഷ്യനെയുമായിട്ട് ഗുരു ചന്തയിലൂടെ നടക്കുകയാണ്. ഒരു പഴക്കടയുടെ മുൻപിലെത്തിയപ്പോൾ ഗുരു ആ ശിഷ്യനോട് പറഞ്ഞു, നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട പഴം ഏതാണെന്ന് വെച്ചാൽ അത് നിന്നെക്കൊണ്ട് സാധിക്കുന്നത്രയും വാങ്ങിക്കൊള്ളുക. അവൻ ആ പഴങ്ങളൊക്കെ വാങ്ങി. ഒരുപാട് പഴം കയ്യിൽ വഹിച്ചുകൊണ്ട് അവൻ ആശ്രമത്തിലേക്ക് നടക്കുകയാണ്. ആ യാത്രക്കിടയിൽ ഗുരു അവനോട് ചോദിച്ചു, നിനക്കിപ്പോൾ ഭാരം തോന്നുന്നുണ്ടോ? അവൻ പറഞ്ഞു, ഇല്ല. ഗുരു ചോദിച്ചു, എന്താ കാരണം? അവൻ പറഞ്ഞു, ഈ പഴങ്ങൾ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, അതുകൊണ്ട് ഇത് വഹിച്ചുകൊണ്ട് പോകുമ്പോൾ എനിക്ക് ഭാരം തോന്നുന്നില്ല. ഗുരു ആ ശിഷ്യനോട് പറഞ്ഞു, നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ പ്രാർത്ഥന പുസ്തകങ്ങൾക്ക് ഭാരം തോന്നുന്നുണ്ടെങ്കിൽ അത് ആ പുസ്തകങ്ങളുടെ കുഴപ്പമല്ല, നിൻ്റെ കുഴപ്പമാണ്. നീ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നീ ഒരുപാട് ഇഷ്ടത്തോടെ ചെയ്യുമ്പോൾ നിനക്ക് എന്താണോ ഇഷ്ടമില്ലാത്തത് അത് ചെയ്യാൻ നിനക്ക് മടിയാണ്. അപ്പോൾ കുറ്റം പറയേണ്ടത് ആ പുസ്തകങ്ങളെയും ആ സാഹചര്യങ്ങളെയും അല്ല, മറിച്ച് നമ്മളോട് തന്നെ ചോദിക്കണം, എന്താണ് എൻ്റെ ഇഷ്ടങ്ങൾ?